ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട SSLC റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ, എങ്ങനെ വളരെ വേഗം എളുപ്പത്തിൽ പെർസെൻറ്റേജ് കണക്കാക്കാം, അതും ലേറ്റസ്റ്റ് മെത്തേഡിലൂടെ. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേഡ് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ആ ഗ്രേഡിൽ നിന്ന് എങ്ങനെയാണ് സാർ പെർസെൻറ്റേജ് കണക്കാക്കുന്നത്? ഒരുപാട് മെത്തേഡുകൾ യൂട്യൂബിൽ കാണുന്നുണ്ട്. അതിലേത് മെത്തേഡാണ് യാഥാർത്ഥ്യം എന്നൊക്കെ ചോദിക്കുന്നവർക്ക് വളരെ കൃത്യമായിട്ടുള്ള മറുപടിയുമായിട്ടാണ് MS സൊല്യൂഷൻ ഈ ഒരു വീഡിയോ MS സൊല്യൂഷൻസ് +1 ചാനലിൽ ചെയ്യുന്നത്. സോ ഈ ചാനൽ നോക്കിയേ, നമ്മുടെ MS സൊല്യൂഷൻ്റെ SSLC ചാനലല്ല, ഇത് +1ൻ്റെ ചാനലാണ്. സോ ഈ +1ൻ്റെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യടാ. ഇന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ നല്ല റിസൾട്ട് കിട്ടട്ടെ, അല്ലേ? യെസ്. എങ്ങനെയാണ് പെർസെൻറ്റേജ് കണക്കാക്കുന്നത് നോക്കിക്കേ. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെ. ഒരു കുട്ടിയുടെ റിസൾട്ട് 8 A+, 1 A ഗ്രേഡും 1 B+ ആണെന്ന് കൂട്ടുക. ഒരു കുട്ടിയുടെ റിസൾട്ട് എന്താണ്? 8 A+ ഉണ്ട്, 1 A ഗ്രേഡ് ഉണ്ട്, 1 B+ ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ഇനി ഈ ഗ്രേഡുകളെ നമ്മൾ ഗ്രേഡ് പോയിന്റിലേക്ക് മാറ്റുകയാണ്. അതായത് A+ എന്ന ഗ്രേഡിനുള്ള പോയിന്റ് വാല്യൂ, ഗ്രേഡ് വാല്യൂ 9 ആണ്. എക്കുള്ളത് 8 ആണ്, ബിക്കുള്ളത് B+ 7 ആണ്, B 6 ആണ്. അങ്ങനെ താഴോട്ട് ഇത് വരുന്ന രീതിയിലാണ് കൊടുക്കുക കേട്ടോ. A+, A ഗ്രേഡ്, B+, B ഗ്രേഡ്, C+, C ഗ്രേഡ്, ഇങ്ങനെ താഴോട്ടേക്ക് പോവുക. സോ ഞാനിവിടെ C വരെ ഇപ്പോൾ കാര്യമായിട്ട് കണക്കാക്കുന്നുള്ളൂ. അതിൽ നോക്കുന്ന സമയത്ത് ഒരു 8 A+ കിട്ടിയ കുട്ടിക്ക് എത്രയായിരിക്കും ഗ്രേഡ് വാല്യൂ ഉണ്ടാവുക നോക്കിക്കേ. ഒരു A+ന് 9 ആണെങ്കിൽ 8 A+ന് എത്രയായിരിക്കും? 8 × 9 പ്ലസ് ഒരു A ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു A ഗ്രേഡിന് 8 ആണെങ്കിൽ 1 × 8. ഓക്കെ, പ്ലസ് ഇനി ഒരു B+ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു B+ന് 7 ആണെങ്കിൽ 1 × 7. അങ്ങനെ ടോട്ടൽ 8 × 9 72 മാർക്ക് പ്ലസ് 72 പ്ലസ് 8 80 പ്ലസ് 7 87. സോ ഇപ്പോൾ കിട്ടിയ 87-നെ അതിനെയാണ് എന്ത് പറയുക? TGP വാല്യൂ എന്ന് പറയുക, ഗ്രേഡ് പോയിന്റ് വാല്യൂ എന്ന് പറയും. സോ ആ 87-നെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇതാണ് പെർസെൻറ്റേജിൻ്റെ ഏറ്റവും നല്ല മെത്തേഡ്. ഓക്കെ, സോ ഇപ്പോൾ കിട്ടിയ 87-നെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇൻറ്റു 100 ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 96.66% ആയിരിക്കും ഉണ്ടാവുക. അതായത് 8 A+, 1 A ഗ്രേഡും 1 B+ ഉള്ള കുട്ടിയോട് ചോദിക്കുകയാണ്, അല്ലയോ കുട്ടി, നിൻ്റെ പെർസെൻറ്റേജ് എത്ര എന്ന് ചോദിച്ചാൽ ആ കുട്ടി പറയും 96.66%. ഇനി ഒരൊറ്റ ഉത്തരം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇത് ആ കുട്ടിയുടെ മാക്സിമം പെർസെൻറ്റേജ് ആണ്. ഇതല്ല യാഥാർത്ഥ്യം. കാരണം ഒരു കുട്ടിയുടെ യഥാർത്ഥ പെർസെൻറ്റേജ് അറിയണമെങ്കിൽ ആ കുട്ടിക്ക് ഫിസിക്സിൽ എത്ര മാർക്ക് കിട്ടി, 40-ൽ 36 ആണോ, 35 ആണോ, 38 ആണോ? കാര്യം 35 A+ ആണ്, 36 A+ ആണ്, 37 A+ ആണ്. സോ കൃത്യമായിട്ടുള്ള മാർക്ക് അറിയില്ല, ഗ്രേഡ് മാത്രമേ അറിയുള്ളൂ. 35 തൊട്ട് 40 വരെയുള്ള മാർക്കിൽ ഏതെങ്കിലും ഒരു മാർക്ക് ആവാം കുട്ടിയുടേത്. അത് കണക്കാക്കി A+ന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ 9 ആണ്. അതാണ് ഗ്രേഡ് പോയിന്റ്. സോ A+, A ഗ്രേഡ്, B+ എന്ന ഗ്രേഡിലൂടെ നമ്മൾ അതിനൊരു വാല്യൂ കൊടുത്തിട്ട്, ഗ്രേഡ് വാല്യൂ കൊടുത്തിട്ട് ആ വാല്യൂവിനെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് ഗുണിക്കുമ്പോൾ ആ കുട്ടിക്ക് കിട്ടാൻ സാധ്യതയുള്ള മാക്സിമം പെർസെൻറ്റേജ് ആണ് നമുക്ക് ലഭിക്കുന്നത്. സോ 8 A+, 1 A ഗ്രേഡും 1 B+ ഉള്ള കുട്ടിക്ക് കിട്ടുന്ന മാക്സിമം പെർസെൻറ്റേജ് എത്രയായിരിക്കും? 96.66% ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു കുട്ടിയോട് ചോദിച്ചാൽ അത് പറഞ്ഞാൽ മതി. അതാണ് ആ കുട്ടിക്ക് പറയാൻ പറ്റിയ ഏറ്റവും മാക്സിമം പെർസെൻറ്റേജ്. 96.6-ന് എന്ത് പറയാം? 97% എന്നും പറയാം. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 6 A+, 4 A ഗ്രേഡുമുള്ള ഒരു കുട്ടി. 6 × 9, ഒരു A+ന് 9 ആണ് ഗ്രേഡ് വാല്യൂ എങ്കിൽ 6 × 9 പ്ലസ് ഒരു A ഗ്രേഡിന് 8 മാർക്കാണെങ്കിൽ 8 ഗ്രേഡ് പോയിന്റ് ആണെങ്കിൽ 4 A ഗ്രേഡിന് 4 × 8. അങ്ങനെ 6 × 9 54 പ്ലസ് 4 × 8 32, ദാറ്റ് ഈസ് ഈക്വൽ ടു 86 ഡിവൈഡ് ബൈ 90 ഇൻറ്റു 100, ദാറ്റ് ഈസ് 95.55%. നോക്കിക്കേ, 8 A+, 1 A ഗ്രേഡും 1 B+ ഉള്ള ഒരു കുട്ടിയുടെ മാക്സിമം പെർസെൻറ്റേജ് 96.66 ആണെങ്കിൽ 6 A+, 4 A ഗ്രേഡുമുള്ള കുട്ടിയുടെ കിട്ടാൻ സാധ്യതയുള്ള മാക്സിമം പെർസെൻറ്റേജ് 95.55% ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളായിരിക്കും, സാർ ഈ ഗ്രേഡ് വല്ലാത്ത വ്യത്യാസം ഉണ്ടല്ലോ. ഉണ്ട്. ഇത് നോക്കിയിട്ടല്ല നിങ്ങളുടെ അഡ്മിഷൻ നടക്കുന്നത്. ഗ്രേഡിൻ്റെ വാല്യൂ നോക്കിയിട്ടോ, ഗ്രേഡ് പോയിന്റ് നോക്കിയിട്ടോ, ഗ്രേഡിൻ്റെ പെർസെൻറ്റേജ് നോക്കിയിട്ടോ അല്ല നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്.
അത് നടക്കുന്നത് WGPA എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെയാണ്, ഒരു ഇക്വേഷനിലൂടെയാണ്. എന്താണ് WGP എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ അറിയേണ്ട, അത് റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് അലോട്ട്മെൻറ്റ് സമയത്ത് അറിഞ്ഞാൽ മതി കേട്ടോ. മെയ് 14 മുമ്പ് ഞാൻ ആ വീഡിയോ ചെയ്തു തരാം. സോ MS സൊല്യൂഷൻസിൻ്റെ +1 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും +1ൻ്റെ സയൻസ് ക്ലാസ്സുകളുമായി ഈ ചാനൽ ഇനി നിങ്ങളുടെ കൂടെ ഉണ്ടാകും. കൂടുതൽ അപ്ഡേറ്റുകൾ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും പറയുന്നു, മറക്കല്ലേ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.